കൊച്ചിയിലെ മാഗസിൻ പ്രകാശന ചടങ്ങിലേക്ക് വിളിച്ചു വരുത്തി തന്നെയും നടന്മാരെയും അപമാനിച്ചിറക്കി വിട്ടെന്ന് നടനും തിരക്കഥാകൃത്തുമായ ബിബിൻ ജോർജ്. ഈ തെണ്ടികളൊക്കെ ആരാണ് ഇങ്ങോട്ട് ക്ഷണിച്ചത്? കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. ഞങ്ങൾ ഇവിടെ വലിഞ്ഞേറി വന്നവരൊന്നും അല്ല. എന്താ എന്താ ഇവിടെ മൈക്ക് എടുത്തിട്ട് ഇങ്ങനെ പ്രകാശനം ചെയ്യാൻ എന്നെ വിളിച്ചു. പ്രകാശനം ചെയ്യാനാണ് ഞാൻ വന്നത്. ഇത് കഴിഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ പറയില്ല, ഇങ്ങനെ ഭയങ്കര ഒരു ദേഷ്യം പോലെയായിരുന്നു ഇങ്ങനെ. അപ്പൊ നിനക്ക് അഹങ്കാരം വളരെ കൂടുതൽ. കയറ്റിയിരുത്തിയതേ. അപ്പൊ ബാക്കിയുള്ളവർ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പൊ പുള്ളി വന്നിട്ട് പറഞ്ഞു, അതെ അതിവിടെ മാഗസിൻ പ്രകാശനം മാത്രം മതി, വേറൊന്നും പറ്റില്ല, ഇവിടെ വേറൊന്നും ചെയ്യാൻ. അപ്പൊ ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. വേറൊന്നും പറയണ്ട, ഇത് പറഞ്ഞോളാനാണ് പറഞ്ഞത്, അത് പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവും. ഓർത്തോണ്ടിരുന്ന സങ്കടം വരും. കുട്ടികളന്ന് ഭയങ്കര ഹേർട്ടായി. കുട്ടികൾ ഞങ്ങളുടെ പുറകെ വന്നു. അവര് മാപ്പ് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഒന്ന് കയറാം. അപ്പൊ പിന്നെ അങ്ങോട്ട് കയറല് തിരിച്ചടങ്ങായോണ്ട് ഞാൻ കയറിയില്ല. ഞാൻ പറഞ്ഞില്ല വണ്ടി വിടുന്നു പറഞ്ഞു. അത്ര ഹേർട്ടായിട്ടുള്ള പോകുന്നത്. അച്ഛൻ പോവാണ് മക്കളെ. അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ, അയ്യോ അച്ഛാ പോകല്ലേ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞുനാള് മുതൽ ഇതിന്റെ അപ്പുറം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എനിക്ക് അതിലൊരു വിഷയമുള്ള കേസല്ല. നിന്റെ കയ്യിലല്ലേ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ.